ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വത്തൽമീൻ വറ്റിച്ചതും അതുപോലെ മുരിങ്ങ തോരൻ വെക്കുന്നതുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വത്തൽമീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താട്ടത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകപ്പൊടി, 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊന്നും വഴറ്റിയെടുക്കണില്ല കേട്ടോ. ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ വറ്റിച്ചെടുക്കണമല്ലോ, എന്നാൽ മീൻ വേവേണ്ട വെള്ളം വേണേനും ഇതുപോലെ ഇത്ര വെള്ളം മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവത്തിലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ മീനൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ അതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ മീനൊക്കെ നന്നായി വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇതാ ഒന്നുകൂടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കൊണ്ടു. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിട്ടത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് മുരിങ്ങാത്തോരൻ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി അതിൻ്റെ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ 1/2 കപ്പ് തേങ്ങ ചിരകിയതും പച്ചമുളകും ചെറിയ ഉള്ളി കേട്ടോ. ഒരു 3-4 പച്ചമുളകുണ്ട്, ഒരു 4 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് തൂമിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ ചിരകിയത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതി, ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ രൂപത്തിൽ നമുക്ക് നരച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് തൂമിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു മുരിങ്ങി തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പിനടുത്ത് മതി, ഒരുപാട് വേണ്ട. നമുക്ക് മുരിങ്ങയിലൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 മിനിറ്റും കൂടെ ഇതൊന്ന് ഇളക്കി ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളി സെറ്റായി വന്നോളും. അപ്പോൾ ഇതാ മുരിങ്ങാത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മുരിങ്ങാത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാത്തോരനും ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മുരിങ്ങാത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും മുരിങ്ങ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇങ്ങനത്തെ നാടൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.